എല്ലാവർക്കും നമസ്കാരം. മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സിനർജി മാരിടൈം എന്നൊരു ഷിപ്പിംഗ് കമ്പനീനെ കുറിച്ച് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 600ഓളം കപ്പലുകൾ മാനേജ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷിപ്പ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് സിനർജി മാരിടൈം. മർച്ചന്റ് നേവി കോഴ്സുകൾ പഠിച്ചതിന് ശേഷം നല്ലൊരു കമ്പനിയിൽ ജോലി കണ്ടുപിടിക്കുക എന്നത് വലിയൊരു ചലഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാ വർഷവും ഓൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് എക്സാമുകൾ നടത്തി കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ഇന്ത്യൻ കമ്പനികളിലൊന്നാണ് സിനർജി. +2 കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമാണ് സിനർജി 2024 സ്പോൺസർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 2024 സിനർജി സ്പോൺസർഷിപ്പ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ സിനർജി നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. മർച്ചന്റ് നേവിയിൽ ആവശ്യമുള്ളതിനേക്കാളും 100 ഇരട്ടിയിൽ കൂടുതൽ ആൾക്കാരാണ് എല്ലാ വർഷവും കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടണം എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലഭിച്ചതിന് ശേഷം വലിയൊരു തുകയെല്ലാം മുടക്കി കോഴ്സ് പഠിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. സിനർജി പോലെയുള്ള കമ്പനികൾ നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമുകൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു കപ്പലിൽ ജോലി കിട്ടും എന്നുള്ള കാര്യം ഗ്യാരണ്ടീഡ് ആണ്. സിനർജി നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമുകൾ ജോലി കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടി മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കോഴ്സ് ഫീയോ അല്ലെങ്കിൽ കോളേജിൽ കൊടുക്കേണ്ട ഏത് തരത്തിലുള്ള ഫീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതൊന്നുമല്ല. +2 സയൻസ് പഠിച്ചവർക്കും +2 2024 എക്സാം എഴുതാൻ പോകുന്നവർക്കും DNSൻ്റെ സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷിൽ 50% മാർക്കും PCMൽ 60% കുറയാതെ മാർക്കും അതേപോലെ തന്നെ +2 ഓവറോൾ 60% കുറയാതെ മാർക്ക് സ്കോർ ചെയ്യണം എന്നതുമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. 1999 സെപ്റ്റംബർ 1 ശേഷം ജനിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഈ ഒരു ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് സിനർജിയുടെ സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളെപ്പോലെ DNS പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർക്കും കപ്പലിൽ മറൈൻ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടാൻ പഠിക്കേണ്ട കോഴ്സാണ് ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ്. ഈ പറഞ്ഞ കോഴ്സുകൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തവർക്കും ലാസ്റ്റ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമാണ് സിനർജി നടത്തുന്ന GME സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. +2ൽ ഇംഗ്ലീഷിൽ 50% മാർക്കും PCMൽ മിനിമം 60% മാർക്ക് സ്കോർ ചെയ്യണം എന്നതും ഓവറോൾ +2ൽ 60% മാർക്കിൽ കുറയാതെ സ്കോർ ചെയ്തവർക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1996 ഡിസംബർ 1 മുന്നേ ജനിച്ചവർക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങളൊരു ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ ക്രൈറ്റീരിയകളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് സിനർജിയുടെ GME സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള GME കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും ഒക്കെ ആ ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സിനർജി നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമുകളുടെ സിലബസിനെ കുറിച്ചും ക്വസ്റ്റ്യൻസിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ഇനിയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.